അവിടെ പഠിച്ചു. ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തേർഡ് ചാപ്റ്റർ ആണ് കേട്ടോ. ന്യൂ ഇക്കണോമിക് സോഷ്യോളജി ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. നമുക്ക് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയുമായിട്ട് ഉൾച്ചേർന്നിരിക്കുന്നതാണ് അല്ലെ. നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫുഡ് ആണെങ്കിലും അതുപോലെ തന്നെ കിടപ്പാടം അല്ലെങ്കിൽ പാർപ്പിടമാണെങ്കിലും ഒക്കെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് നമ്മളത് അച്ചീവ് ചെയ്യുക. അപ്പൊ ആ ഓരോ കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇക്കണോമിക് സോഷ്യോളജി എന്ന കോൺസെപ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. Economic sociology studies the social cause and effect of various economic phenomena, which can be a classical period as well as the contemporary new economic sociology. It considered the sociology of economic life of people in societies. New economic sociology has been developed in the recent period and it became popular after Granovetter had developed the concept of embeddedness. The two approaches of economic sociology, the new institutions economics and the new sociology of economic life, those two constitute new economic sociology. This is connection. It is important to properly understand the works of Karl Polanyi and concept of embeddedness described by Mark and views of Paul D. Mago, Neil Flingston and Richard Swedberg. അപ്പൊ ഈ ഒരു ന്യൂ ഇക്കണോമിക് സോഷ്യോളജിനെ കുറിച്ച് ഒരുപാട് സോഷ്യോളജിസ്റ്റുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പറഞ്ഞ ആളുകളെ കുറിച്ച് നമ്മളൊന്ന് നോക്കുന്നുണ്ട്. പോൾ ഡി മാഗോയും അതുപോലെ നീൽ ഫ്ലാസ്റ്റിങ്സും ഒക്കെ ഈ ഒരു ന്യൂ ഇക്കണോമിക് സോഷ്യോളജിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. അപ്പൊ മീനിങ് ഓഫ് ന്യൂ ഇക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. Economic sociologists twinkle questions such as the extent of to which market from the masses of social inequalities, how consumerism in the reason for social explosion. Sociologists also study the role of network in the economy, the structure of economic organizations, and the role of culture in economic life. The new economic sociology approach try to explain the emergence of functioning of economic institutions with the help of microeconomics. Another approach to economic sociology called the new sociology of economic life has been developed by sociologists despite certain weakness of new institutional economics and a new sociology of economic life. Economic sociology has been greatly benefited by these two approaches. The concept of embeddedness was described by Garnot. Since then, the term new economic sociology has become quite famous. He criticized the new institutional economics and published his World Economic Action and Social Structure, the probable of embeddedness in the November 1985. അപ്പോൾ ഈ ഒരു ഗ്രാനോവെറ്റർ എന്ന് പറയുന്ന വ്യക്തി, അതായത് മാർക്ക് ഗ്രാനോവെറ്റർ, ഈ ഒരു ഇക്കണോമിക് സോഷ്യോളജിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ള വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ന്യൂ ഇക്കണോമിക് സോഷ്യോളജിക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള വ്യക്തിയും കൂടിയാണ് മാർക്ക് ഗ്രാനോവെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹമാണ് ഈ ഒരു സോഷ്യോളജി, ഈ ഒരു ഇക്കണോമിക് സോഷ്യോളജി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുവന്നതും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠനങ്ങൾ നടത്തിയത്. പിന്നീടാണ് ഒരുപാട് ശാസ്ത്രജ്ഞർ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് തയ്യാറായത്. അപ്പൊ എമർജൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ന്യൂ ഇക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഇത് പറയുന്നുണ്ട്, ഇതിന്റെ എമർജൻസ് എങ്ങനെയാണെന്നുള്ളത്. There are two approaches of economic sociology that together constitute a new economic sociology. First being new institutional economics and the second being new sociology of economic life. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്കണോമിക്സ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബീയിങ് ന്യൂ സോഷ്യോളജി ഓഫ് ഇക്കണോമിക് ലൈഫ് ആണ് കേട്ടോ. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ഈ ഒരു എമർജൻസും ഗ്രോത്തും ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട്
Many sociologists has also been engaged in developing new institution economics, but primarily economists have done the work. The approach uses microeconomics to explain social behavior and social institutions, not multi commonly is there between the institution economics and American institutionalism of Weber. Number of new theories of organizational behavior were helped by concepts like asymmetric information, transaction cost, etc. These theories tried to explain the emergence and structure of organization in different manner. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഓർത്തിരിക്കുക. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് നമുക്ക് സ്ഥാപനപരമായ ഒരു സാമ്പത്തിക ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ സോഷ്യോളജി പഠിക്കുമ്പോൾ ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന് ഒരിക്കലും പണമില്ലാതെ നിലനിൽക്കാൻ സാധിക്കില്ല അല്ലെ. സംസ്കാരവും അതിനോടൊപ്പം തന്നെ ജീവിത രീതികളും അതിന്റെ ഒരുപാട് മൂല്യങ്ങളും അതിനോടൊക്കെ ഒപ്പം നമ്മൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചാൽ മാത്രമേ സമൂഹം എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഒരു ഇക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് തന്നെ നമ്മൾ നമ്മുടെ സോഷ്യോളജി പഠിക്കുന്നതിന് കൂടെ ചേർത്തിട്ടുള്ളത്. അപ്പൊ ആ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നതിൻ്റെയുള്ള ആ ഒരു പൂർണ്ണത നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഇക്കണോമിക് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഇക്കണോമിക് ഗ്രോത്തും കൂടെ സൊസൈറ്റിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ന്യൂ ഇക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് രണ്ടാമതായിട്ട് വരുന്നുണ്ട്. ന്യൂ ഇക്കണോമിക് സോഷ്യോളജി സ്റ്റാൻഡ്സ് ഇൻ അമേരിക്ക ആൻഡ് ദെൻ ഇറ്റ് മൂവ്ഡ് towards Europe. Granovetter shifted the criticism of economics so that unrealistic nature of nationality and a socially contextualized nature of economic behavior. He also spoke up with the failure of economics to bring social structure in their analysis. He described the concept of abandon in order to counter the stress on profit maximization. He placed a combined approach for Polanyi and network analysis in differentiate between old and new economic sociology. New economic sociology had become popular as a new sociology of economic life. Granovetter argued that it is a capitalist society. Economic actions were truly social actions and that economic actions are embedded in the system of social relations in which so lot of emphasis is on the role of network. According to him, economic behavior is embedded in network of interpersonal relations. അപ്പോൾ ന്യൂ ഇക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്ന കോൺസെപ്റ്റും കൂടെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. പിന്നെ കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെന്റ് സ്കോളേഴ്സ് ആൻഡ് ഇക്കണോമിക് ആൻഡ് ന്യൂ ഇക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇൻ ദ വ്യൂ ഓഫ് അപ്പൊ ഒരു ന്യൂ ഇക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് ഓർക്കുന്ന ഒരു കാര്യമാണ് ഈ പൊളാനി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ കാര്യങ്ങളും കൂടെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇൻ ദ വ്യൂ ഓഫ് പൊളാനി, informal methods can inform about the way people will behave within the market, but situations do not exist in most of the societies. So ensure can be no discussions about economy as an autonomous sphere of behavior working as per its logic and the basis of the views of Polanyi. Economic sociology had tried to follow the path that economic traditions and structure by networks and claimed by the economic actions do not go for maximization, but these remain within the existing towards the institutions. അപ്പം കാൾ പൊളാനി എന്ന് പറയുന്ന വ്യക്തിയും ഈ ഒരു ഇക്കണോമിക് സോഷ്യോളജിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള പഠനങ്ങൾ നടത്തിയ വ്യക്തിയാണ്. ആദ്യം ആരാണ്? മാർക്ക് ഗ്രാനോവേറ്റർ കൂടുതൽ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ കാൾ പൊളാനിയും കൂടുതൽ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 1886 മുതൽ 1964 വരെയാണ് കേട്ടോ. പൊളാനി knew the government had to medicine to stability markets, to give social protection to workers and to make rule for guiding interactions between capitalist groups. So it is book The Great Transformation. He advocate the market creation needed starts and the formation of capitalist market would produce social cultures. He developed a thesis about the relation between economy and the society. According to with during the 19th century, there was a significant attempt in England to establish a new market-centered society without having any outside authority. So the market would decide anything automatically. The market established much mechanisms that could lead to its acceptance by the social institutions. Polanyi said that it could be distressed in the 19th century. The reforms in England into
Handing over everything to the marked hand led to the growth of fascism. Polanyi argued that economic actions become destructive when these are not governed by social norms, economic authorities, and provided the concept of abundance, the capitalism, the economy takes decisions about the society, not that the society taking decisions on the economy and so on the economic system does not get abandoned in social relationship following for economic sociology and argued that the rational self that the economy should regularly provide the people forms in interaction for uniting, stabilizing the economy or reciprocity. അപ്പൊ ആ ഒരു കാര്യം കാൾ പൊളോണിയുടെ ഒരു കാര്യം ഓർത്തിരിക്കാം. കാൾ പൊളോണി അതുപോലെ തന്നെ മാർക്ക് ഗ്രനോവിറ്ററും ഒക്കെ ഈ ഒരു ഇക്കണോമിക് സോഷ്യോളജി ആയിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. നെക്സ്റ്റ് വരുന്നത് മാർക്ക് ഗ്രനോവിറ്ററിനെ കുറിച്ചാണ്. ഗ്രനോവിറ്റർ എന്ന് പറയുന്നത് 1943 അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടമായിട്ട് പറയുന്നത്. ഇൻ ദ വ്യൂസ് ഓഫ് മാർക്ക് ഗ്രനോവിറ്റർ, the idea of the economist, the existing economic institutions had come up as the most efficient solution is not correct and from the sociological legal aspects, such quality of efficiency define the role of institutions. He studied how people, social network and social institutions interact and shape one another. He said that the one side emphasis on efficiency in new economic institutionalism does not permit a detailed analysis of social structure. In the view of Granovetter, the concept of abundance emphasized the role of network of interpersonal relations. In economic sociology, his study getting a job has been among the most successful studies in networks market mainly because of its innovation and analysis. അപ്പോൾ മാർക്ക് ഗ്രനോവേറ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റും കൂടെ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതെല്ലാം ന്യൂ ഇക്കണോമിക് സോഷ്യോളജി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇക്കണോമിക് സോഷ്യോളജി എന്ന കോൺസെപ്റ്റ് നമ്മുടെ സോഷ്യോളജിയിൽ തന്നെ അവസാനമായിട്ടുണ്ടായതാണ്. നമ്മുടെ സാമൂഹ്യ ശാസ്ത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഒരു പൂർണ്ണത കിട്ടണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ആ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു സോഷ്യൽ ആയിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റും കൂടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. കാരണം ഇക്കണോമിക്കിന് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു സാധ്യത നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സോഷ്യൽ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെ, നമുക്ക് പണമില്ല, നമുക്ക് നമ്മുടെ ബേസിക് ആവശ്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുടെ മുമ്പിലത്തെ കൈനീട്ടേണ്ട ഒരു ആവശ്യമാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു നമ്മുടെ സമൂഹത്തിന്റെ ഒരു നല്ല ഭാഗമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ ആ കാര്യം ഓർത്തിരിക്കുക. പിന്നെ പോൾ ഡി മാംഗോ എന്ന് പറയുന്ന ഒരു ആളുണ്ട്. അദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. 1951 അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടമായിട്ട് പറയുന്നത്. In 1983, Paul de Mago was welfare powerful and had drawn network through which the new rational customs spread among organization, political network, professional network, and a network of realms. De Mago argued for cultural analysis of economic practices and he studied the socio-cultural conditions under which consumers exchange with those persons with whom they were connected by non-market relations. So the actors use social relationship to know about the reliability of those partners with whom they are not linked by any direct or indirect social connections. He named this model as search abundance. His works had greatly helped in knowing about the social organization of various markets and in identifying, explaining the role of differential networks in consumer market. അപ്പോൾ പോൾ ഡി മാഗോ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അദ്ദേഹം നൽകിയിട്ടുള്ള കോൺസെപ്റ്റും ന്യൂ ഇക്കണോമിക് സോഷ്യോളജിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്, അതൊന്ന് അടയാളപ്പെടുത്തി വെച്ചോളാം. ഡി മാഗോ ആർഗ്യൂഡ് ഫോർ കൾച്ചറൽ അനാലിസിസ് ഓഫ് ഇക്കണോമിക് പ്രാക്ടീസസ് ആൻഡ് ഹി സ്റ്റഡീഡ് ദ സോഷ്യോ കൾച്ചറൽ കണ്ടീഷൻസ് അണ്ടർ വിച്ച് കൺസ്യൂമേഴ്സ് എക്സ്ചേഞ്ച് വിത്ത് ദോസ് പേഴ്സൺസ് വിത്ത് ഹൂം they were connected by non-market relations. ഓക്കെ, അടയാളപ്പെടുത്തി വെച്ചോളാം. ഇനി നീൽ ഫ്ലക്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു ആളും കൂടെ ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. അദ്ദേഹവും ഈ ന്യൂ ഇക്കണോമിക് സോഷ്യോളജിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ, നീൽ ഫ്ലക്സ്റ്റീൻ. അപ്പം അദ്ദേഹത്തിന്റെ കാലയളവ് എന്ന് പറഞ്ഞാൽ 1951. He studied firms and markets as the part of the larger network institutional culture or historical trends. He said the corporation depends greatly on specific interpersonal relations and its history has also depended on the manner of configuration of the social network wherein people are situated. In his views, the past relation of two actors partly determines whether they cheat one another, but also significant in the overall network which has both of these actors.
In this way, a significant feature of modern market in the emphasize stability that the actors do not like a sustainable economic environment but stable markets. While studying ownership of large corporation in America, he contended that differential ownership and the presence of bank connections do not determine the outcomes of larger firms, but he laid stress on the existing power relation within the frame, the control mechanisms of corporate and actions of competitors. അപ്പൊ ആ ഒരു നീൽ ഫ്ലിക്സ്റ്റൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും നമ്മൾ പഠിക്കണം. 1951 അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് റിച്ചാർഡ് സ്വെഡ്ബർഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. റിച്ചാർഡ് സ്വെഡ്ബർഗിനെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. ഹി വാസ് great influenced by Weber, and he studied the change structures of market in modern economics world. He has contributed a lot of economic sociology to get in. According to them, the markets are not only the places monetary exchange, but these should be considered as social forms. അപ്പം ആ ഒരു മാർക്കറ്റ്സിനെ സോഷ്യൽ ഫോം ആയിട്ട് കാണാനാണ് റിച്ചാർഡ് സ്വെഡ്ബർഗ് അഭിപ്രായപ്പെട്ടത്. അപ്പൊ ഇവർ ഓരോരുത്തരും ഓരോ ഇക്കണോമിക് കണ്ടീഷൻസിനെയും ഒരു സോഷ്യലൈസ്ഡ് ആക്കാനായിട്ട് ശ്രമിച്ച ആളുകളാണ്. അതുപോലെ തന്നെ ഇക്കണോമിക് സ്ട്രക്ചേഴ്സിനെ സോഷ്യോളജിയുമായി ബന്ധപ്പെടുത്തി പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള വ്യക്തികളാണ് ഈ പറഞ്ഞവരെല്ലാം. അപ്പൊ അവരുടെ കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളും നമ്മൾ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കണം. അത് എക്സാമിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ എഴുതി വെക്കാനും കൂടെ ശ്രമിക്കണം. പിന്നെ വരുന്നതാണ് ഒരു social and cultural embeddedness of economic line alternative representatives എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. പെർസ്പെക്ടീവ്സിന്റെ അകത്ത് ആ ഒരു alternative പെർസ്പെക്ടീവ്സിനകത്ത് ഇവിടെ പറയുന്നത് sociologists have been provided new question about the part played by the inherited wealth and the contribution made by it in producing inequalities by the work of Thomas Piketty. First century, it also begins up the inequalities in with wealth as well as the demographic profile in such countries. Economic sociologists should therefore the connected about the result of economic process of market and capitalism, the public policies from the way people can behave, and these politics are made by the political and economic power. Such power on the economic institutions work through the political industry and professional network from which new politics and business strategies are developed. It can be said that the concern of economic sociologists is not the efficiency in the market situation, but it is in fairness. Many attempts were made to replace abandon with the different approach. Prior Bourdieu says the abandoned approach could not deal with the structural factors, and he provided the concept of field for employing macro level issues that form the nature determining by structure of the field. He gives an original sociology theory of practice while changing the classical rational action history theory. He argues the economic structure cannot be reduced to networks of international between various nation nodes because they are more deeply rooted in multi-dimensional social spaces and are structured by distribution of symbolic, cultural and social capital. അപ്പൊ അത് ഈ ഒരു ഇക്കണോമിക് സോഷ്യോളജി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. പിന്നെ ഈ ഒരു പാഠത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഇക്കണോമിക് സോഷ്യോളജി, ആ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. Economic sociology tries to study the sociology of people's economic lives in the society. അടയാളപ്പെടുത്തി വെക്കണേ. കാരണം ഇക്കണോമിക് സോഷ്യോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡെഫിനിഷൻ പോലെ നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു പോയിന്റ് ആണ്. ഇക്കണോമിക് സോഷ്യോളജി tries to study the sociology of people's economic lives in the society. The economic sociologists look for awareness to questions such as the extent to which market from the basis of social inequalities, how consumerism had formed the basis of social exclusion, social interactions are shaped by the contemporary economic world and social trends shape these interactions. അപ്പൊ ആ ഒരു ഇക്കണോമിക് സോഷ്യോളജി എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് പഠിക്കുക. അതിന്റെ ഡെഫിനേഷൻ നാം പറഞ്ഞിരുന്നു. എന്താണ് ഇക്കണോമിക് സോഷ്യോളജി ട്രൈസ് ടു സ്റ്റഡി ദ സോഷ്യോളജി ഓഫ് പീപ്പിൾസ് ഇക്കണോമിക് ലീവ്സ് ഇൻ ദ സൊസൈറ്റി. അപ്പം നമ്മൾ സാമൂഹികമായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാകുന്നത് നല്ല കാര്യമാണ്. ഇപ്പൊ എത്ര ശമ്പളം കിട്ടുന്ന ആളാണെങ്കിൽ പോലും ആ ശമ്പളം കിട്ടുന്ന ആൾക്ക് അത് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ
ഒരിക്കലും അയാളുടെ ലൈഫ് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോവില്ല. കാരണം കടവും ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു കടം അടയ്ക്കാനുള്ള പെടാപ്പാടിലായിരിക്കും അയാൾ ഉണ്ടാവുക. അപ്പം നമ്മൾ ടൈം മാനേജ്മെന്റ് പോലെ തന്നെ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ഇക്കണോമിക് മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ വെൽത്ത് മാനേജ്മെന്റ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. നമുക്ക് കിട്ടുന്ന സാലറിക്ക് അനുസരിച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അതിന് കൂടുതലുള്ള എക്സ്പെൻസ് നമ്മൾ ചിലപ്പോൾ വരുത്തി വെക്കാറുണ്ട്. അത് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ജീവിതം മാത്രമല്ല, നമ്മുടെ സാമൂഹികമായിട്ടുള്ള ജീവിതവും അതുപോലെ തന്നെ സ്വസ്ഥതയൊക്കെ തകരാറിലാക്കുന്ന ഒന്നാണ്. അപ്പൊ ചില ആളുകൾ 30,000 രൂപ സാലറി മേടിക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ സമ്പന്നമായിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. അവർക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എല്ലാത്തിനും കൊടുക്കാൻ തികയും, അവരുടെ ശമ്പളം എല്ലാത്തിനും തികയും, അതുപോലെ മിച്ചം പിടിക്കാൻ അവർക്ക് സാധിക്കുമായിരിക്കും. പക്ഷെ 1.5 ലക്ഷം ശമ്പളം മേടിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു കൃത്യതയില്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ കടവും കടത്തിന്മേൽ കടവുമായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരും. കാരണം അനാവശ്യമായിട്ടുള്ള ചെലവുകളൊക്കെ അവരിൽ ഉണ്ടാകുമ്പോൾ അത് അവരുടെ വരുമാനത്തിന് അനുസരിച്ച് അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഒരുപാട് കടവും ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ശമ്പളം ഒന്നിനും പറ്റാതെയാവും. അപ്പൊ അത് നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ചെലവ് ചെയ്യാനും നമുക്ക് സാമ്പത്തികമായിട്ട് ഏതൊക്കെ രീതിയിൽ നമ്മൾ മെച്ചുവർ ആവണം, അനാവശ്യ ചെലവുകൾ എവിടെയൊക്കെ കുറയ്ക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതൊക്കെ നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്ന കാര്യം നമ്മുടെ സാമൂഹികമായിട്ടുള്ള നമ്മൾ ജീവിക്കുമ്പോൾ ഇക്കണോമിക് സോഷ്യോളജിയും നമ്മുടെ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ് കേട്ടോ. അപ്പൊ അതോർക്കുക, അതിന്റെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ടല്ലോ, കാൾ പോളനി, അതുപോലെ തന്നെ ഈ ഒരു മാർക്ക് ഗ്രനോവിറ്റർ, അവരുടെയൊക്കെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ഇക്കണോമിക് സോഷ്യോളജിക്ക് അവർ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്താണെന്നുള്ള ചോദ്യം വരാറുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക, നമ്മൾ പറഞ്ഞത് തന്നെയാണ്. പിന്നെ വരുന്നത് its commodity production, a recent phenomenon, give some of these characteristics. Commodity production എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചും ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ന്യൂ ഇക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്നതിൽ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു കാളിന്റെയും അതുപോലെ തന്നെ ഗ്രാവിറ്ററിന്റെയും ഒക്കെ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഒന്ന് ഓർക്കുക. പിന്നെ ഇക്കണോമിക് സോഷ്യോളജി എന്താണെന്നുള്ള കാര്യം ഓർക്കുക. അത്രയും പറഞ്ഞു തന്നാൽ തന്നെ, അത്രയും കിട്ടിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി റെസിപ്രോസിറ്റി ആൻഡ് ഗിഫ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ 4th ചാപ്റ്റർ. അത് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റെസിപ്രോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? പരസ്പര ബന്ധമാണ് അല്ലെ. അതുകൂടാതെ തന്നെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം സമ്മാനമാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ ഒരു രണ്ട് കാര്യങ്ങളും നമ്മുടെ ഇക്കണോമിക് സോഷ്യോളജിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ അല്ലെങ്കിൽ പെണ്ണുങ്ങളെയൊക്കെ, നമ്മുടെ പെൺകുട്ടികളെയൊക്കെ വിവാഹം കഴിപ്പിച്ചു വിടുമ്പോൾ നമ്മൾ ഒരു പാരിതോഷികമായിട്ട് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് നമ്മൾ സ്ത്രീധനം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇപ്പൊ കാണുന്നത് അല്ലെ. അപ്പൊ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. പണ്ട് കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിന്റെ ഫലമായിട്ടാണ് സ്ത്രീധനം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ തന്നെ ഉണ്ടായത് തന്നെ. അപ്പൊ ഇങ്ങനെയുള്ള ഗിഫ്റ്റിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിവുണ്ടായിരിക്കും. നമ്മൾ ആ ഒരു കല്യാണത്തിനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിൽ, ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ മാരേജിന്റെ സമയത്ത് നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്. അതും നമ്മുടെ സാമ്പത്തികമായിട്ട് നിലനിൽക്കുന്ന ഒരു ചടങ്ങാണ് ആ ഒരു ഗിഫ്റ്റ് കൊടുക്കലൊക്കെ. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്ത്രീധനം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പണ്ട് കാലഘട്ടങ്ങളിൽ പെൺകുട്ടികൾ വിവാഹം കഴിച്ചു പോകുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു പാരിതോഷികമായിട്ട്, അല്ലെങ്കിൽ ആ ബന്ധുക്കൾക്ക് കൊടുക്കുന്ന ഒരു പാരിതോഷികമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. പിന്നീട് അത് നിർബന്ധമാവുകയും സ്ത്രീകളെ കൊണ്ട് സ്ത്രീധനം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരുപാട് പെൺകുട്ടികളുടെ ജീവൻ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം അല്ലെ. അപ്പൊ ആ ഒരു സ്ത്രീധനം എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഇപ്പൊ ഇക്കണോമിക് സോഷ്യോളജി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പൊ അത് നോക്കാം. റെസിപ്രോസിറ്റി ഇൻവോൾവ്സ് മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ two parties, and it also helps in establish relationship for future exchange between the two. It creates a sort of obligation in both practices in the exchange to return against what has been received, but the quality of the return of exchange to what is given is always uncertain, which can be removed by legal, rational and social enforcement mechanisms, so that there could be more exchanges in future. Reciprocity can be 3 kinds: generalized reciprocity, balanced reciprocity and negative reciprocity. അപ്പോൾ റെസിപ്രോസിറ്റി തന്നെ 2-3 വിധം ഉണ്ടെന്നാണ് പറയാ. എന്തൊക്കെയാണ്? ജനറൽ റെസിപ്രോസിറ്റി ഉണ്ട്, ബാലൻസ്ഡ് റെസിപ്രോസിറ്റി ഉണ്ട്, അതുപോലെ നെഗറ്റീവ് റെസിപ്രോസിറ്റി ഉണ്ട് കേട്ടോ. അത് ഓർത്തിരുത്താണ് അടയാളപ്പെടുത്തുക. അത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. Gift may be a tangible of intangible thing which is given by one person to another, either freely or on his request, and there is no expectation of an immediate return from the receiver of gift.
The three dimensions of to gift and social dimensions, economic dimension and personal dimension. There are three approaches to gift giving: voice, anthropological approach, sociological approach, and economic approach. അപ്പൊ ആന്ത്രപ്പോളജിക്കൽ അപ്രോച്ച്, സോഷ്യോളജിക്കൽ അപ്രോച്ച്, ഇക്കണോമിക് അപ്രോച്ച്, ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഈ റെസിപ്രോസിറ്റിയും ഗിഫ്റ്റും തമ്മിൽ ഉള്ള ബന്ധം ഓർത്തിരിക്കുക. പരസ്പര ബന്ധം നമ്മൾ നിലനിർത്തുന്നതും അല്ലെങ്കിൽ പുതുക്കുകയും ചെയ്യുന്നത് ഗിഫ്റ്റ് ഗിവിങ്ങിലൂടെയാണ്, അല്ലെ? സമ്മാനങ്ങൾ കൊടുക്കുന്നതിലൂടെയും വാങ്ങിക്കുന്നതിലൂടെയും എല്ലാം നമ്മൾ ആ പരസ്പര ബന്ധം നിലനിർത്താറുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു കല്യാണത്തിലൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ സമ്മാനങ്ങൾ നമ്മൾ നമ്മുടെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അവർ തരുന്ന സമ്മാനങ്ങൾ നമ്മൾ വാങ്ങിക്കാറുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ സാമൂഹിക ബന്ധം നിലനിർത്തുന്ന അല്ലെങ്കിൽ സാമൂഹിക ബന്ധത്തിന് അടിത്തറയിടുന്ന, അത് കുറച്ചുകൂടെ ദൃഢമാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു പരസ്പര ബന്ധവും അതുപോലെ തന്നെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ റെസിപ്രോസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയാം. ഇൻ ദ റെസിപ്രോസിറ്റി പ്രോസസ്, പീപ്പിൾ ഓർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ give and talk goods, so the both and the giver and the receiver drives gain. It's quite different from trade in which the seller offers the buyer some goods and at a particular price and the buyer accepts the offer. Due to this, there comes a sustained relationship between both of them. But for having a sustainable relationship between them, there should be continuous exchange between them. Alvin W. Gardner, in his work, The Norms of Reciprocity, a preliminary statement says that such a custom of exchanging implicit in the establishment social systems in which people from relations by regular exchange of economic and non-economic products or services, it leads to further exchange. So when a person is satisfied about the exchange equivalent, leads to supplying more of what exchange. Such a satisfaction can also be determined when the parties consider the intake to be equal to what is given, creating a mutual dependence between both of them. The reciprocity, the exchange should be accepted by both and parties, and if the exchange and between two unequal parties within one or both the unsatisfied about the things given received, there is a reciprocal exchange. The stability of exchange will be there by such reciprocity in which both parties given take in equal and maintain their relationship. അപ്പൊ ആ ഒരു റെസിപ്രോസിറ്റി എന്ന് പറയാം, പരസ്പര ബന്ധം എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്കറിയാം. ഓരോ കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ കൊടുക്കാറുണ്ട്, അല്ലെ? നമ്മുടെ പരസ്പര ബന്ധം നിലനിർത്താൻ വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. നമ്മൾ ചിലപ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അവരിവിടെ വന്ന് കല്യാണം കൂടി, ഇപ്പൊ കല്യാണത്തിന് അവർ നമ്മുടെ കല്യാണത്തിന് വന്നപ്പോൾ 1000 രൂപ നമുക്ക് തന്നു, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ 1000 രൂപ തിരിച്ചു കൊടുക്കണ്ടേ, അതിൽ കുറഞ്ഞത് എങ്ങനെ കൊടുക്കുക എന്നൊക്കെയുള്ള സംഭാഷണങ്ങൾ നമ്മൾ ചിലപ്പോൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ പരസ്പര ബന്ധം ഒക്കെ നിലനിർത്തുന്നതിന് നമ്മൾ കൊടുക്കുന്നുള്ള ചില പാരിതോഷികങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ ആ ഓരോ കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്, അല്ലെ? അപ്പൊ അതിനെക്കുറിച്ചാണ് പറയുന്നത്. നേച്ചർ ഓഫ് റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്, റെസിപ്രോസിറ്റി ഒബ്ലേസ് both parties have to return for what has been received. In the theory of justice, John Rawls provides model of justice as per retributive justice. Money or good can be exchanged for what is received. A reciprocal exchange is done on the basis of the legal agreement. The question whether return in exchange in equal and what is given or not remains uncertain and creates the threat to future exchanges. അപ്പൊ നേച്ചർ ഓഫ് റെസിപ്രോസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇതാണ്. നമ്മൾ എന്താണ് ആ ഒരു പരസ്പര ബന്ധം നിലനിർത്താനായിട്ട് നമ്മൾ ആളുകൾക്ക് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്, അവരിൽ നിന്ന് നമ്മൾ തിരിച്ചു മേടിക്കാറുണ്ട്, അല്ലെ? ആ ഒരു ക്വാളിറ്റി നമ്മൾ നിലനിർത്താനായിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള ഗിഫ്റ്റുകളായിരിക്കും പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള വാക്കുകൾ അവരെ ഒന്നിച്ച് കൂടി നിർത്താനായിട്ട് നമ്മുടെ എല്ലാ ഫംഗ്ഷൻസിനും വിളിക്കുകയും അവരുമായിട്ട് ഒരു ബന്ധം നിലനിർത്തുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ലീഗൽ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. ലീഗൽ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്, ഇഫ് ദ കണ്ടംപററി ഡസ് ഫുൾഫിൽ ഇറ്റ് ഒബ്ലിഗേഷൻസ് ഓൺ ദ അതർ ക്യാൻ bring a law of suit and legal enforcement ensure that both the practices agree about the process of exchange. അപ്പൊ അതാണ് ലീഗൽ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഇനി റാഷണൽ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്, റിപ്പീറ്റ് എക്സ്ചേഞ്ച് ഓഫ് economic non-economic goods create the interest in both practice and both can have more benefit out of it. Rational enforcement reduces under unpredictability about reciprocity. അതാണ് റാഷണൽ എൻഫോഴ്സ്മെന്റ്. ഈ സോഷ്യൽ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്, in the beginning both practice are not aware about each other and their approach their social network to them information about the other so that they can have reciprocal.
അതാണ് സോഷ്യൽ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അപ്പൊ ആ രീതിയിൽ നേച്ചർ ഓഫ് റെസിപ്രോസിറ്റി ഉണ്ട്, ലീഗൽ എൻഫോഴ്സ്മെന്റ്, റാഷണൽ എൻഫോഴ്സ്മെന്റ്, സോഷ്യൽ എൻഫോഴ്സ്മെന്റ്, ഇതെല്ലാം നമ്മളെ റെസിപ്രോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കോൺസെപ്റ്റുകളാണ്. ഇനി ഫോംസ് ഓഫ് റെസിപ്രോസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. ഫോംസ് ഓഫ് റെസിപ്രോസിറ്റി എന്ന് പറയുന്നത് within the particular society, these three tell us about the different levels of relationship and the even these three can coexist in the society at the same time for forming relationship. അപ്പോൾ ഫോംസ് ഓഫ് റെസിപ്രോസിറ്റി എന്ന് പറയുന്നത് 3 തരമാണ്. ജനറലൈസ്ഡ് റെസിപ്രോസിറ്റി ഉണ്ട്, ബാലൻസ്ഡ് റെസിപ്രോസിറ്റി ഉണ്ട്, അതുപോലെ നെഗറ്റീവ് റെസിപ്രോസിറ്റി ഉണ്ട്. അപ്പൊ അത് ഈ ഒരു ഫോംസ് ഓഫ് റെസിപ്രോസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. അപ്പൊ അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിച്ചോളുക. ജനറലൈസ്ഡ് റെസിപ്രോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം പൊതുവായിട്ടുള്ളത് എന്നൊക്കെയാണ് അല്ലേ ജനറലൈസ്ഡിന്റെ അർത്ഥം. അപ്പൊ ഇറ്റ് എമർജസ് ഔട്ട് ടു എംപതി, ഇറ്റ് ഗീവ് ദ എക്സ്ചേഞ്ച് ഡസ് നോട്ട് ഹാവ് എ very or repayment, commonly such exchange in there between close friends and relatives. Here the giver is satisfied by the one side exchange in which nothing is expected in return. These kinds of exchange are there in societies in which people are emotionally attached and feel obligated by giving others. Flor and Christian say that when it is past, someone was helped by another, he would like to help others without any return. People help others when they were earlier helped by some other person. They may then help some other person. അപ്പോൾ അത് ജനറലൈസ്ഡ് റെസിപ്രോസിറ്റി ആണ്. അതുപോലെ തന്നെ ബാലൻസ്ഡ് റെസിപ്രോസിറ്റി. Balanced reciprocity എന്ന് പറയുന്നത് it is reciprocity relationship are formed between communities and between individuals based on reciprocity, and these go on for a long period of time. It includes inviting others for attending ceremonies, cultural events, etc., and reciprocal exchange of goods and services on equal basis. Its return takes place almost commoditily as per the demand of giver. No bargaining is involved in balanced reciprocity, and no negotiations take place between them. If the receiver does not reciprocate within the time fixed, the giver may stop gifting further, may tell others, or may force the former of reciprocate. The initial giver may also end the relationship until the receiver equality reciprocates. The imbalanced reciprocity, the receiver has the obligation to reciprocate in equal measure, and the exchange is not one-sided. The transfer shows their relationship, and the return is not to of almost equal value to the goods received. The relationship become weaker and may end over a period if such things continue. അപ്പൊ അതാണ് ഈ ഒരു ബാലൻസ്ഡ് റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ബാലൻസ്ഡ് റെസിപ്രോസിറ്റി പരസ്പരമായിട്ടുള്ള ബന്ധം നമ്മൾ ബാലൻസ് ചെയ്ത് നിർത്തിയാണ് അല്ലെ, നമ്മൾ ഏകദേശം ഒന്ന് തുല്യമാക്കി നിർത്തിയിരിക്കുകയാണ്. ബാലൻസ്ഡ് ആയിട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒരു ബാലൻസ്ഡ് റെസിപ്രോസിറ്റി ഓർത്തിരിക്കുക. അതായത് നമുക്ക് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് മറ്റുള്ളവർക്കും അതേ രീതിയിൽ തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് റെസിപ്രോസിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി ഉണ്ട്. അതും ഒരു ഫോം ഓഫ് റെസിപ്രോസിറ്റി ആണ്. In negative reciprocity, one party tries to have some benefits at the cost of others. It is the opposite side of generalized reciprocity, which can be seen in the work of Marshall Shann's Stone Age economics. In the form of reciprocity, the patient parties to the exchange try to receive maximum value by giving their minimum. They in fact they to receive by giving very small value in the exchange. Negative reciprocity involves one party taking revenge, due to which profits become lower. It leads to further non-cooperative between the parties and hinders in relationship between them. So it is said the negative reciprocity involves revenge-based exchanges. അപ്പൊ നെഗറ്റീവ് റെസിപ്രോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്താണ് മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീൽ തരുന്ന ഈ ഒരു റെസിപ്രോസിറ്റി ഉണ്ട്. നമ്മൾ ചില ആളുകളൊക്കെ കൊടുക്കുമ്പോൾ ചില ആളുകൾ ഭയങ്കര പിശുക്കന്മാരാണ് അല്ലെ. അവരെന്താണ് നമ്മൾ ചില സിനിമയിൽ തന്നെ കണ്ടിട്ടുണ്ട്. നമ്മൾ 1000 രൂപ കൊടുത്തിട്ട് അവര് നമ്മുടെ വീട്ടിലെ കല്യാണത്തിന് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് 500 രൂപയാണ് നമുക്ക് തന്നതും ഒരു ലോഡ് ആളുകളുമായിട്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന തരത്തിലുള്ള ചില സിനിമ ഡയലോഗുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ അവിടെ കല്യാണത്തിന് പോയപ്പോൾ 1000 രൂപ കൊടുത്താണ് ഞങ്ങൾ 2 പേരെ പോയുള്ളൂ, ഇവിടെ വന്നപ്പോൾ 500 രൂപയും തന്നു, 4-5 ആളുകളും കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ്
ചില പ്രശ്നങ്ങൾ ഉണ്ടായത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ എന്താണ് നെഗറ്റീവ് റെസിപ്രോസിറ്റി ആണ്. ഇപ്പം നമുക്ക് എന്താ അവരോട് തോന്നുന്ന ഒരു നെഗറ്റീവ് റിയാക്ഷൻസ്. കാരണം നമുക്ക് തരുന്ന സാധനങ്ങളുടെയോ അല്ലെങ്കിൽ ഗിഫ്റ്റുകളുടെയോ ഒക്കെ പേരിൽ ഒരാളുടെ നിലയും വിലയും ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല അല്ലെ. അതൊരിക്കലും നല്ല കാര്യവും കൂടിയല്ല. നമ്മൾ ആ ഒരു രീതിയിൽ 1000 രൂപ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നമ്മുടെ വീട്ടിൽ ഫംഗ്ഷൻ വരുമ്പോൾ 1000 രൂപ തിരിച്ചു തരണമെന്ന് പ്രതീക്ഷിക്കുന്നത് അത്ര നല്ലതല്ല. ചിലപ്പോൾ ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് അവർ തരുമായിരിക്കും, ചിലപ്പോൾ തരികയില്ലായിരിക്കും. അപ്പൊ അത് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് ഓർത്തിരിക്കുക. നെഗറ്റീവ് റെസിപ്രോസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഗിഫ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റും ഉണ്ട്. All over the world, the practice of gifting has been taking place in almost all societies. Exchange of gift has cultural connections, and such a process can bring the people through together by respectively effect. Edward Schifflin says that gift giving is a vehicle of social obligation. Gifting is done without accepting any return, and such a transfer is made to have a sustainable social relationship. Material or non-material things are given to others voluntary or on demand are included in gift. Money, material things as well as intangible things like time, attention or love, affection, etc. can also be covered under gift. In gifting, reciprocity in the basic thing. Gift is different from the reciprocal exchange, although economically gift is so. In gifting there is a non certainly as to think its value, and the time is would be given to the initial giver by the initial receiver. Gift differs from trade in the sense that is trade. The two persons exchange material non-material things on equal basis. It has been observed that the person gifting attached in more value when it is giving to his connected persons. In his book, The Gift Economy, Chill conducts that the practice of exchange gift has continued all over the world despite its economic insufficiency, having serious effects on the means of the practice. അപ്പൊ നമുക്ക് ഗിഫ്റ്റിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അല്ലെ. ഗിഫ്റ്റ് മേക്കിങ്ങിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നല്ല രീതിയിൽ ഒരാൾക്ക് സ്നേഹത്തോടെ കൊടുക്കുന്ന ഒരു കാര്യമാണ് അല്ലെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതിനെ തന്നെ നമ്മൾ പല രീതിയിൽ കാണാറുണ്ട്. ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്ത്രീധനമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാറുണ്ട് ഗിഫ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ. അതുപോലെ തന്നെ ഗിഫ്റ്റ് ഒക്കെ നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അതുപോലെ തന്നെ കാരണം ഗിഫ്റ്റ് ഇപ്പൊ നമുക്കൊരു പരസ്പര ബന്ധം എന്ന നിലയിൽ അല്ലെങ്കിൽ പരസ്പര ഒരു സ്നേഹത്തിന്റെ പുറത്തൊക്കെ നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് താഴെ നമുക്ക് എഴുതി വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു സോഷ്യൽ ഡയമെൻഷനും ഇക്കണോമിക് ഡയമെൻഷനും പേഴ്സണൽ ഡയമെൻഷനും ഒക്കെ ഗിഫ്റ്റ് ഗിവിംഗിൽ ഉണ്ട് കേട്ടോ. അപ്പൊ അതെന്താണെന്ന് നോക്കാം. വി ക്യാൻ നോ മോർ അബൌട്ട് ദ വേ ഓഫ് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഓപ്പറേറ്റ്സ് ഇൻ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ് ബൈ ഇറ്റ്സ് 3 dimensions ആർ ഡീറ്റെയിൽഡ് ബിലോ. അപ്പം ഗിഫ്റ്റ് ഗിവിംഗ് എന്ന് പറയുന്നത് 3 കോണ്ടെക്സ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്നെന്ന് പറയുന്നത് സോഷ്യൽ ഡയമെൻഷൻ ആണ് കേട്ടോ. പല ഡയമെൻഷൻസ് ഉണ്ട്. സോഷ്യൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ when a person gives to another person, it reflects his feelings about the receiver. There may also be more reasons for such gestures. Gives encourage people to for relationship with the others in the society, but it is also possible that there are some negative feelings out of exchange gift. There may also be some hidden positive grounds for gifting, and it may be done for strengthening relations within the society. Marklemas assigns 2 reasons for exchanging gift and says that by giving a gift, there comes a bonding relation between the receiver and the giver, and giving a gift can be seen as a form of most desirable behavior. ഇപ്പൊ സോഷ്യൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഗിവിങ്ങിന്റെ സോഷ്യൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരാളുള്ള സ്നേഹം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതിലൂടെ നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ, ഒരു പുസ്തകം ഒരുപാട് വായിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാൾക്ക്, അല്ലെങ്കിൽ ഒരു ഗ്രന്ഥകാരനാണെങ്കിൽ അയാൾക്ക് പുസ്തകങ്ങൾ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. വിത്ത് ലവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിത്ത് ലവ് കൃഷ്ണ അല്ലെങ്കിൽ വിത്ത് ലവ് സുസ്മിത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ പേരും കൂടെ ചേർത്തിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ അതെന്താണ്? അതൊരു സ്നേഹത്തിന്റെ പുറത്ത് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റുകളാണ് അല്ലെ. അതുപോലെ തന്നെ പെന്ന്, പുസ്തകങ്ങളൊക്കെ ടീച്ചേഴ്സും ഗിഫ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ ഗിഫ്റ്റുകളൊക്കെ നമുക്ക് മനസ്സിലാകും. നമുക്ക് അതൊക്കെ എന്ന് പറയുന്നത് സോഷ്യൽ ഡയമെൻഷൻ ആയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. സോഷ്യൽ ഡയമെൻഷന്റെ കൂടെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്.
അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ സ്നേഹമായിട്ടാണ് നമ്മൾ ആ ഗിഫ്റ്റുകൾ കാണുന്നത്. ആ ഒരു ഗിഫ്റ്റ് സ്വീകരിക്കുന്ന ആളോടുള്ള നമ്മുടെ സ്നേഹമാണ് ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ആണ് സോഷ്യൽ ഡയമെൻഷൻ ഉള്ളത് കേട്ടോ. ഇനി ഇക്കണോമിക് ഡയമെൻഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. ഇക്കണോമിക് ഡയമെൻഷൻ എന്ന് പറയുന്നത് എക്സ്ചേഞ്ചിങ് ഗിഫ്റ്റ് മേ ബി ഡൺ ഫോർ ഗിവിംഗ് സം ബെനിഫിറ്റ്സ് ടു ദ റിസീവർ, who then become obligated to reciprocate for maintaining his own reputation, otherwise it may be hampered. The value and the quality of a gift have significant economic dimensions. Economic dimensions of gift says that there exists the impersonal relationship between the parties who either do not have any trust between them or have very little trust. Balanced exchange takes place between two equal parties and both the parties derived benefit from it. The exchange must be fair and balanced. അപ്പൊ ഈ ഇക്കണോമിക് ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, നമുക്ക് കൊടുത്താലേ തിരിച്ചു കിട്ടുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ ചിലപ്പോൾ ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹസ്ബൻഡിന്റെ അനിയത്തിക്ക് ഒരു കുഞ്ഞുണ്ടായപ്പോൾ നമ്മൾ നല്ല സ്വർണ്ണവള വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ എന്താണ്, അവര് നമുക്ക് കുഞ്ഞുണ്ടാകുമ്പോൾ നമുക്ക് തിരിച്ചു തരുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നതെങ്കിൽ അതെന്താണ്, ഒരു ഇക്കണോമിക് ഡയമെൻഷനിൽ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ് അല്ലേ. അപ്പൊ അതെന്താന്ന് വെച്ചാൽ അതിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ വളരെ വലുതായിരിക്കും, ക്വാളിറ്റിയും അതിന്റെ പ്രൈസും ഒക്കെ വളരെ വലുതായിരിക്കും. ആ രീതിയിലായിരിക്കും നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുക. അപ്പൊ ഇക്കണോമിക് ഡയമെൻഷന്റെ പേരിലുള്ള ഗിഫ്റ്റ് ആ രീതിയിലായിരിക്കും, അതിന്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും, അത് വളരെ വിലപിടിപ്പുള്ളതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ റെപ്യൂട്ടേഷന് അത് മോശം വരുത്താത്ത രീതിയിലായിരിക്കും നമ്മൾ അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളൊരാള് എന്താണ് മോശമായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളെ മോശമായിട്ട് കണ്ടാലോ, നമ്മളിപ്പോ ഒരു സ്വർണ്ണ നാണയോ അല്ലെങ്കിൽ സ്വർണ്ണ മോതിരം ഒന്നും മേടിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മളെ മോശമായിട്ട് കണ്ടാലോ എന്നൊക്കെയുള്ള ഒരു ചിന്ത കാരണം അങ്ങനെയുള്ള ചില മാറ്റങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട്. അതായത് നമ്മൾ നല്ല രീതിയിൽ ഗിഫ്റ്റ് കൊടുക്കണം, അവര് ഒരു അരപ്പവന്റെ മോതിരം മേടിച്ചു കൊടുത്തു, അപ്പൊ നമ്മൾ അടുത്ത ബന്ധുക്കളാണ്, നമ്മൾ ഒരു പവന്റെങ്കിലും എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം എന്നൊക്കെ നമ്മൾ തോന്നും. അപ്പൊ അങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊക്കെയാണ് ഇക്കണോമിക് ഡയമെൻഷനിലുള്ളത്. അതുപോലെ തന്നെ പേഴ്സണൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൂടി ഉണ്ട് കേട്ടോ ഈ ഗിഫ്റ്റ് ഗിവിങ്ങിലുള്ള പേഴ്സണൽ ഡയമെൻഷൻ. There is always a motive behind gifting and its information and experience of the identities of the two parties identified to giver can be confirmed by the way a gift is given. Also, there is an acceptance of rejection of gifts by the other party that tells about his identity. The identity predicament is about the motives behind giving, receiving, or refusing gift. According to different scholars, there may be different motives for giving gift and that affect behavior of the parties. Solomon provides utilitarian and holistic motives. His first motive leads to achievement of functional benefit, and the second one is about the emotional rewards for self. According to Shari, giving and obtaining pleasure is based on altruistic and agnostic motive, in which the former gives increased pleasure of receiving. In the against motive, there is personal reward for the giver. People went on happiness, so gifting is always agnostic. അപ്പോൾ അതിന്റെ പേഴ്സണൽ ഡയമെൻഷൻ നമുക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാം. അതെന്താണ്, നമ്മുടെ റിസീവറുടെ പ്ലഷർ അനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു കാര്യം ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അല്ലേ. അപ്പൊ എന്താണ്, അത് പേഴ്സണൽ ഡയമെൻഷൻ ആണ്. അതായത് അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഗിഫ്റ്റ് ചെയ്യുന്നതിലൂടെ അതിന്റെ വിലയോ അതിന്റെ പ്രശ്നങ്ങളോ അതിന്റെ തൂക്കമോ ഒന്നും നോക്കാതെ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നത്, അത് നമ്മുടെ ഒരു പേഴ്സണൽ ഡയമെൻഷനിൽ നമുക്ക് ഗിഫ്റ്റ് ഗിവിനെ കാണാൻ പറ്റും. അപ്പൊ അതിനെന്ന് പറയുന്നത്, അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു ഷെറി, giving the obtained pleasure is based on altruistic and agonistic motives, in which the former gives increased pleasure of receiver. അപ്പൊ there is always a motive behind gifting, and it informs the experiences of the identities of the two parties. Identity of giver can be confirmed by the way a gift is given. അപ്പൊ പേഴ്സണൽ ഡയമെൻഷൻ ഓർത്തിരിക്കുക കേട്ടോ. ഇക്കണോമിക് ഡയമെൻഷൻ, സോഷ്യൽ ഡയമെൻഷനും പേഴ്സണൽ ഡയമെൻഷനും ഓർക്കുക. പിന്നെ അപ്രോച്ചസ് ഓഫ് ഗിഫ്റ്റ് ഗിവിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്രോച്ചസ് ഓഫ് ഗിഫ്റ്റ് ഗിവിംഗ് എന്ന് പറയുന്നത്, ദ 3 different ways of approaches gift giving. There are anthropological, sociological and economic as explained below. Anthropological approach എന്ന് പറയുന്നത് എന്താണ്,
ഈ ഒരു ഗിഫ്റ്റ് ഗിവിങ്ങിന്റെ അപ്രോച്ചസ് 3-4 തരത്തിലുണ്ട്. 3 തരത്തിലാണുള്ളത്. ആന്ത്രപ്പോളജിക്കൽ അപ്രോച്ച് ആണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? സോഷ്യോളജിക്കൽ അപ്രോച്ച് ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഇക്കണോമിക് അപ്രോച്ച് ആണ് കേട്ടോ. അപ്പൊ ആ 3 അപ്രോച്ചസും ഒന്ന് ഓർത്തിരിക്കുക. അതും എക്സാമിന് വന്ന് കണ്ടുള്ള ഒരു ക്വസ്റ്റൻ ആണേ. അപ്പൊ ഗിഫ്റ്റ് ഗിവിംഗ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എക്സാമിന് വന്നിട്ടുള്ള ഒന്നാണ്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിന് ആൻസർ എഴുതാനും പറ്റും. ഗിഫ്റ്റ് ഗിവിങ്ങിന്റെ ഒരു ഉദ്ദേശം എന്താണ്, അതുപോലെ തന്നെ റെസിപ്രോസിറ്റി എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതിയാൽ മതി. പിന്നെ ആന്ത്രപ്പോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ദ ഗിഫ്റ്റ് കൾച്ചർ ഈസ് മെത്തേഡ് ഇൻ വിച്ച് values are given to another person without any explicit agreement of any future rewards. According to Malnovisky and Masses, the roots of gift giving lie in ancient societies. They say that the gift givers expect repayment of the value of the gift with the interest, and while gifting, the gift givers in the primitive societies also used to consider its value. Since the gift givers and accumulated a lot of wealth giving gift, they used to show their prosperity during various ceremonies. Even in the gift exchange systems in the present period, such capabilities of gift can be seen, but a sociologist and a social prevalent during the ancient period, which was characterized by reciprocity. The gift giving methods in the present period do not have reciprocity. അപ്പൊ ആന്ത്രപ്പോളജിക്കൽ അപ്രോച്ച് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ വരുന്നത് സോഷ്യോളജിക്കൽ അപ്രോച്ച് ആണ്. സോഷ്യോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് എഗ്രീയിങ് വിത്ത് മാൽനോവിസ്കി, സോഷ്യോളജിസ്റ്റ് ഓൾസോ കൺസിഡർ ഗിഫ്റ്റ് ഗിവിംഗ് ലൈക്ക് എ self expression. They say the gift exchange does convey, it has meaning, and for them gift giving tells its receiver about the self or give, and also shows the type of relationship and two parties have. Symbolically, a gift conveys about the motive behind its giving and about the significance and its giving ashes to the gift, the value of the gift and the effort made in searching the gift by the giver. A gift and conveys their identity, the kind of relationship between them, and the reciprocal justice, etc. അതാണ് സോഷ്യൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി ഇക്കണോമിക് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് ഉണ്ട് പഠിക്കാനായിട്ട്. ഇക്കണോമിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഇറ്റ് സേസ് ദ ഗിവിംഗ് gift informs and that all of us look for one interest belief benefits from the exchange, and they are not much bothered about the benefits arising to the other party. Gift is a single, not as simple as it said, is a sociological approach. In the economic of gift exchange, more concern in the three on the efficiency and inefficiencies on the getting process. It is generally considered that the giver of a gift does not look for the immediate return, but actually when a person buys something, he pays in practice on to the vedur. In case the receiver of gift reciprocates immediately by a gift of equal value of the initial giver, he wants to convey that he has the interest to establish a relationship with the giver. അപ്പോൾ അതാണ് ഇക്കണോമിക് അപ്രോച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോഷ്യോളജിക്കൽ അപ്രോച്ചും ആന്ത്രപ്പോളിക്കൽ അപ്രോച്ചും നമ്മൾക്ക് ഈ ഒരു അപ്രോച്ചസ് ഓഫ് ഗിഫ്റ്റ് ഗിവിങ്ങിനകത്ത് ഉള്ളതാണ്. ഇത് മൂന്നും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ ഇതിന്റെ അകത്തുനിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പ്രധാനമായിട്ടും റൈറ്റ് ആൻ എസ്സേ ഓൺ റെസിപ്രോസിറ്റി ഇൻ സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് ഡിസ്കസ് വിത്ത് ദെയർ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ സോഷ്യൽ റെസിപ്രോസിറ്റി ഇൻ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മളൊന്ന് എഴുതാനായിട്ട് പ്രിപ്പയർ ആയിട്ടിരിക്കണം. അതായത് സാമൂഹികമായുള്ള പരസ്പര ബന്ധം എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാലോ. അപ്പൊ ആ രീതിയിൽ എഴുതുക. അതുപോലെ തന്നെ ഗിഫ്റ്റ് ഗിവിംഗ് എങ്ങനെയാണ് ഈ ഒരു റെസിപ്രോസിറ്റിനെ കൂടുതൽ ദൃഢമാക്കുന്നതെന്നും കൂടെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. പിന്നെ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ റെസിപ്രോസിറ്റി, ആ ഒരു ക്വസ്റ്റ്യൻ വന്ന് കണ്ടോളാം. റെസിപ്രോസിറ്റി എന്ന് പറയുന്നത് എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നമുക്ക് എഴുതി വെക്കാം. പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഇക്കണോമിക് അപ്രോച്ച്, ഗിഫ്റ്റ് ഗിവിംഗിലുള്ള ഇക്കണോമിക് അപ്രോച്ച് എന്താണ്, അതുപോലെ തന്നെ ജനറലൈസ്ഡ് റെസിപ്രോസിറ്റി എന്താണ്, ആ ഒരു വിവിധ തരത്തിലുള്ള അപ്രോച്ചസ് ഈ ഒരു ഗിഫ്റ്റ് ഗിവിംഗ് ആയിട്ട് ബന്ധപ്പെട്ട പ്രത്യേക വിവിധ തരത്തിലുള്ള ഈ ഒരു അപ്രോച്ചസിനെ കുറിച്ചും ചോദിക്കാറുണ്ട് എക്സാമിന്. ഓക്കെ, അപ്പൊ അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കാം. പിന്നെ വാട്ട് ഡു യു നോ അബൌട്ട് ദ ഒറിജിൻ ഓഫ് ഗിഫ്റ്റ് ഗിവിംഗ്. അപ്പൊ ഒറിജിൻ ഓഫ് ഗിഫ്റ്റ് ഗിവിങ്ങിനെ കുറിച്ചും നമുക്കൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ സമ്മാനങ്ങൾ കൊടുക്കല് വാങ്ങലൊക്കെ നമ്മളുടെ പണ്ട് കാലം മുതലേ ഉള്ളതാണ്. പക്ഷെ ഇതിന്റെ ഒറിജിൻ എങ്ങനെയാണ്, ആദ്യമായിട്ട് ഇത് എങ്ങനെയാണ് ഉടലെടുത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കാം. ദ ട്രഡീഷൻ ഓഫ് ഗിഫ്റ്റ് ഗിവിംഗ് ഈസ് സർട്ടൻലി നോട്ട് നൗ ന്യൂ ടു us. It goes back thousands and thousands of years. Pity
match back to the beginning of human time, gift giving has been a special part of all nations, cultures, and societies, making it something all humans throughout history have taken part in. In this sense, gift giving is a fundamental part of human behavior emerging from the range of different cultural backgrounds. അപ്പോൾ അത് കാര്യം ഓർക്കുക. ഈ ഒരു ഗിഫ്റ്റ് ഗിവിംഗ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് ഗിവിംഗ് എന്ന് പറയുന്നത് നമ്മളാണെങ്കിൽ ഒറിജിൻ ആയിട്ട്, അതായത് ആ ഒരു അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് നമ്മുടെ പഴയ കാര്യമാണ്, പുതിയ കാര്യമൊന്നും അല്ല ഈ ഗിഫ്റ്റ് ഗിവിംഗ് എന്ന് പറയുന്നത്. അതിന് നമ്മുടെ മനുഷ്യന്റെ ആ ഒരു ഉൽപാദന മനുഷ്യന്റെ ആ ഒരു പുനരുജ്ജീവന കാലഘട്ടം മുതലേ ആ ഒരു ഗിഫ്റ്റ് ഗിവിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട് എന്നാണ് പറയാം. കാരണം നമ്മുടെ മനുഷ്യജീവൻ ഉണ്ടായ ആ ഒരു സമയം തൊട്ട് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ഗിവ് ചെയ്യാനായിട്ട് തുടങ്ങി. അന്നത്തെ മെറ്റീരിയൽസും കാര്യങ്ങളൊന്നും അല്ലായിരിക്കും, ഇന്നത്തെ രീതിയിലായിരിക്കില്ല അവര് ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിരുന്നത്. ചിലപ്പോൾ ഒരു ആപ്പിളോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മറ്റു പഴവർഗ്ഗങ്ങളോ ഒക്കെ ആയിരിക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ പണ്ട് മുതലേ ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഗിഫ്റ്റ് ഗിവിംഗ് എന്ന് ഓർത്തിരിക്കുക. അത് ആളുകൾ തമ്മിലുള്ള ഒരു പരസ്പര ബന്ധം വളർത്തുന്നതിന് ഗിഫ്റ്റ് ഗിവിംഗ് ഒരുപാട് സഹായകമായിട്ടുണ്ട് എന്നും നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ, പിന്നെ ആ ഡയമെൻഷൻസ് ഓർത്തിരിക്കണം കേട്ടോ. അതായത് ഏതൊക്കെ രീതിയിലാണ് ഗിഫ്റ്റ് ഗിവിങ്ങിനുള്ളത്, അതുപോലെ തന്നെ ആ ഒരു ഈ ഒരു പേഴ്സണൽ ഡയമെൻഷൻ, ഇക്കണോമിക് ഡയമെൻഷൻ, അതുപോലെ തന്നെ സോഷ്യൽ ഡയമെൻഷൻ, ഈ ഒരു 3 ഡയമെൻഷന് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ചിനൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കാം. പിന്നെ വരുന്നതാണ് എക്സ്ചേഞ്ച് ആൻഡ് മണി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അത് 5ാമത്തെ ചാപ്റ്റർ ആണ്. മണി ഈസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. അന്ന് അടയാളപ്പെടുത്തി വെച്ചോളാം. മണി ഈസ് ദ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. അതായത് നമുക്ക് കൈമാറാനായിട്ടുള്ള ഒരു മീഡിയമായിട്ട്, നമുക്ക് വസ്തുക്കൾ മേടിക്കണമെങ്കിലോ അല്ലെങ്കിൽ വസ്തുക്കൾ നമ്മൾ കൊടുക്കണമെങ്കിലോ അതിനൊരു മീഡിയമായിട്ട് നിൽക്കുന്നത് എന്താണ്? മണിയാണ്, അല്ലെ? പണമാണ്. ഇപ്പൊ നമുക്കൊരു ലാൻഡ് വേണം, നമ്മൾ ലാൻഡ് എങ്ങനെയാണ് മേടിക്കുന്നത്? അത് വെറുതെ നമുക്ക് എഴുതി തരില്ല, അല്ലേ? നമ്മളൊരു പണം കൊടുത്താൽ മാത്രമേ അത് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ ആ ഒരു ലാൻഡ് മേടിക്കുന്നതിന്റെ ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന എപ്പോഴും പണമാണ്. അതുപോലെ തന്നെ നമുക്കൊരു എഡ്യൂക്കേഷൻ വേണമെങ്കിൽ എന്താണ്? നമ്മൾ പണം കൊടുത്താണ് ആ എഡ്യൂക്കേഷൻ, നമ്മൾ പഠനം, ആ ഒരു എഡ്യൂക്കേഷൻ നമ്മൾ വാങ്ങിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ എല്ലാത്തിനും മീഡിയേറ്റർ ആയിട്ട് നമ്മൾ പണമാണ് ഉപയോഗിക്കുന്നത്. ഈവൻ നമ്മളൊരു കോഴ്സിന് അപ്ലൈ ചെയ്തു, ആ കോഴ്സ് നമ്മൾ പാസ്സായി അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ പോലും നമ്മൾ പണം അടയ്ക്കണം, അല്ലെ? അപ്പൊ അങ്ങനെ പണം അടച്ചാണ് നമുക്ക് റെസിപ്റ്റും അതിലൊരു സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടുന്നത്. അപ്പൊ എല്ലാത്തിനും ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് മണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത്. Exchange and money are closely related with each other. It is very significant to understand these two terms along with its historical discrimination. Has is how exchange used to take place in the ancient period in the help of different modes of exchange, and then the growth of money. Such a growth has to be understood beginning from commodity exchange growth of money as a medium and a measure to exchange, and then to the present day forms include checks, bills, and e-money. In the beginning, commodities were used to medium of exchange is different societies with people used to concept mutually for exchanging their own goods services. In the present period, a paper form of money is legally accepted from of market payments. It also has legal banking. അപ്പം നമ്മുടെ പണത്തിന്റെ ഒരു പരിണാമം എന്ന് പറയുന്നത് നമുക്കറിയാം. ആദ്യം എങ്ങനെയായിരുന്നു? നാണയങ്ങളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെ? ആ നാണയങ്ങളിൽ നിന്ന് പിന്നീട് എന്തായി? നാണയങ്ങളിൽ നിന്ന് പിന്നീട് ഒരു കറൻസി പോലെ, നാണയങ്ങളിൽ നിന്നാണ് പിന്നീട് നമ്മുടെ ഇന്നത്തെ കാണുന്ന രീതിയിലുള്ള കറൻസി ആയിട്ട് വന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഈ പേയ്മെന്റ് ഒക്കെ നടത്താറുണ്ട്, അല്ലെ? നമ്മൾ പേയ്മെന്റ് നടത്താറുണ്ട്. ഗൂഗിൾ പേ ഒക്കെ നമ്മൾ പേയ്മെന്റിനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ പണം അന്തരീക്ഷത്തിലൂടെ വന്ന് അന്തരീക്ഷത്തിലൂടെ പോവുകയാണ് ചെയ്യുന്നത്, ഇന്നത്തെ ഒരു കോൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ. അപ്പൊ പണ്ടെന്ന് പറയുന്നത് നമുക്ക് എന്താണ്? മണിയായിട്ട് കൈ കിട്ടുകയായിരുന്നു. ഇപ്പൊ എല്ലാം ബാങ്കിലൂടെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെ? Money we all use money making purchases, and it's generally accepted as a medium of exchange. Generally, by the term money, we mean currencies in the proper paper form coins. Money is also used to buy people for repaying their debts. In economics and them, money is a medium of exchange. People use money for obtaining different things in return. It is particularly impossible to think of a world without money. But if we cannot think of living without money, then how people is the ancient world used to get their necessities from others. So it becomes necessity to first understand how exchange was taking place among the people in our primitive societies. Then there was no money. Exchange involves giving, taking something from something else. In the exchange process, there is a mutual independence in which a person may acquire something by giving a part of something which be acquires.
The two characteristics of the exchange process include cooperation and involves gains to both the parties of the exchange and the parties share its benefits. The second characteristic it is its formulative features in which the process and has a basic conflict. These two characteristics also keep changing comparatively. The comparative features is seen in the negotiated form of exchange and as regard the competitive features there is reciprocal form. While negotiating, both practice are bond in which their cooperation is reflected. Here, there are fair benefits to both the parties from the exchange process, and their benefits are also matched. അപ്പം നമുക്ക് ഇന്ന് എന്ത് കിട്ടണമെങ്കിൽ നമ്മൾ മണിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു അല്ലെ? മണി കൊടുത്താലേ അല്ലെങ്കിൽ പണം കൊടുത്താലും നമുക്ക് എന്ത് വേണമെങ്കിലും ഇന്ന് കിട്ടുള്ളൂ. ഈവൻ വെള്ളം പോലും നമ്മൾ മണി ഉപയോഗിച്ച് അല്ലെങ്കിൽ പണം ഉപയോഗിച്ച് മേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇന്ന് എത്തിയിരിക്കുന്നു അല്ലെ? അപ്പൊ ആ ഒരു പണത്തിന്റെ ഒരു പവർ ഇപ്പോൾ കൂടുതലായിട്ട് വരികയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ പണം ഉപയോഗിച്ച് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് എക്സ്ചേഞ്ച് ആൻഡ് മണി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പം മണി ആൻഡ് എക്സ്ചേഞ്ച് ആൻഡ് മണി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൂടുതലായിട്ട് നമ്മൾ പഠിക്കണം. കാരണം അത് എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഹിസ്റ്ററി ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് എക്സാമിന് വരാറുണ്ട്. അപ്പം ആ ഒരു പണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഈ അടുത്ത കാലത്താണ് വന്നത്. പണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? നമ്മൾ ബാർട്ടർ സിസ്റ്റം ആയിരുന്നു അല്ലെ നിലനിന്നിരുന്നത്. ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു രീതിയാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ ഇച്ചിരി കപ്പയുണ്ട്, അപ്പുറത്തെ വീട്ടിൽ കുറച്ച് അരിയുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് അരി വേണമെങ്കിൽ നമ്മൾ ആ കപ്പ കുറച്ച് കൊടുത്തിട്ട് അരി വാങ്ങിക്കാൻ പോകും അല്ലെ? അപ്പൊ അരി അങ്ങനെ വാങ്ങിച്ചോണ്ട് വരും. അപ്പൊ ആ രീതിയിലായിരുന്നു പണ്ടത്തെ ആളുകൾ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പണം ഉപയോഗിച്ചായിരുന്നില്ല അവര് അവരുടെ കാര്യങ്ങൾ നടത്തിയിരുന്നത്. അവർ ഉൽപ്പാദിപ്പിച്ചിരുന്ന വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്താണ് അവരുടെ കാര്യങ്ങൾ നിറവേറ്റിയിരുന്നത്. പക്ഷെ ഇന്ന് പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രൊഡക്ട്സിനുള്ള യഥാർത്ഥ മൂല്യം കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മണി ഉപയോഗിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ പണമോ നാണയങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പിന്നീട് ചെമ്പ് നാണയങ്ങൾ, സ്വർണ്ണ നാണയങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചു. അതിനുശേഷമാണ് നമ്മൾ കറൻസിയിലേക്കൊക്കെ വന്നത്. നമ്മൾ ഇപ്പോൾ ഈ പേയ്മെന്റ് വരെ എത്തി നിൽക്കുകയാണ് അല്ലെ? അപ്പൊ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഹിസ്റ്ററി ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. മനസ്സിലായല്ലോ അല്ലെ? ഇത്രയും പഠിപ്പിച്ചത് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ പറഞ്ഞ അത്രയും ഒന്ന് വായിച്ചു നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേനും കൂടുതലായിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. താങ്ക് യു കേട്ടോ.